മാലാ പാർവതി പ്രതികരിക്കാൻ. ശ്രീമതി മാലാ പാർവതി, ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ വേണമെന്ന ആവശ്യവുമായി AMMൽ നിന്നും 20 അംഗ സംഘം ഇപ്പോൾ FEFCAയെ സമീപിച്ചിരിക്കുകയാണ്. വളരെ ഒരു നല്ല കാര്യമായിട്ടല്ലേ അതിനെ കാണുന്നത്? അതെ, ഞാനതിനെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം അമ്മ ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പോലെ അതിന് ഒരു ക്ലബിന്റെ സ്വഭാവമാണ്. ബിക്കോസ് എല്ലാവരും ഒരു രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ടാണ് അതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. 506 പേരാണുള്ളത്. അതിന് കുറച്ച് റെക്രിയേഷൻ സ്വഭാവമാണ്, ഒരു വെൽഫെയർ ക്ലബ്ബ് പോലെയാണ്. അത് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയോ നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അത് പോകാറില്ല. അപ്പോൾ അങ്ങനെ ആ സ്വഭാവത്തിലേക്ക് ആക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു അമ്മ എന്നുള്ളതല്ല, ആക്ടേഴ്സിനെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ട്രേഡ് യൂണിയൻ ഉള്ളത് നല്ലതാണ്. താങ്കൾ അടക്കമുള്ളവർക്ക് അതിനൊരു നേതൃത്വം വഹിക്കാൻ പറ്റില്ലേ? കാരണം ഇപ്പോൾ ഈ സമീപിച്ച ആളുകൾക്ക് പോലും അതേക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷേ ഒരു ട്രേഡ് യൂണിയൻ വേണം, തൊഴിൽ വിവേചനമടക്കം പ്രശ്നങ്ങൾ വലിയ രൂപത്തിൽ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്നൊരു ആഗ്രഹ ചിന്തയിലാണ് ഇപ്പോൾ FEFCA ഇവർ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ എങ്ങനെ എവിടെ തുടങ്ങണമെന്നൊന്നും അവർക്ക് രൂപമില്ല. ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനൊന്നും ഒരു പ്രയാസമില്ലാത്ത പ്രതി, അതൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു നേതൃത്വത്തിലേക്കൊക്കെ പോകാൻ ഞാനിപ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥയിലാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് പിന്നീട് ആലോചിക്കാം. പക്ഷെ എന്തായാലും ഇതൊരു നല്ല കാര്യമാണ്. ഈ മമ്മൂട്ടി അടക്കമുള്ളവർ അത് ട്രേഡ് യൂണിയൻ ആക്കണമെന്നുള്ള അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞത്. അല്ല, അതാണ് വേണ്ടത്. അത് നമുക്കൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാധ്യമങ്ങളുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, എപ്പോഴും അമ്മയ്ക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാം അമ്മ ശരിയാവും എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ബാക്കി ചേംബർ ഉണ്ട്, ഒരുപാട് ഇപ്പൊ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ, ഒരുപാട് പേര് ഭയങ്കര സേ ഉള്ള വേറൊരു ഗ്രൂപ്പും കൂടെ അല്ലേ. അപ്പൊ ഞാൻ ഇന്ന് അതിലെ ഒരു പ്രൊഡ്യൂസറിനോട് അദ്ദേഹത്തിനോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കും. അപ്പൊ അവര് ഞങ്ങൾ എന്ത് ചെയ്യാനാ തയ്യാറാണ്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനകത്തെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവോ? ഇത്രയും ബഹളം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നു, സ്ത്രീകൾ ഉണ്ടാക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാവോ? പോഷാക്ടിന്റെ വശങ്ങൾ അറിയാവോ? പോഷാക്ടിന്റെ എന്തുകൊണ്ടാണ് ICC വെക്കുന്നത്? ICC വെച്ചാൽ പോരാ, അതിന്റെ റിപ്പോർട്ട് ആർക്കാണ് നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ളത്? അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ അവര് കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. അവര് പറഞ്ഞു, എങ്ങനെ നമുക്കിത് പഠിക്കാം, നമുക്ക് പുതിയതായിട്ട് തുടങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരാൻ ഉള്ള ഒരു തുടക്കമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്ടേഴ്സിന് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാവുക. FEFCAയ്ക്ക് എന്തുകൊണ്ടാണ് പവർഫുൾ ആവുന്നത്? ഒരു ട്രേഡ് യൂണിയൻ ആയതുകൊണ്ടല്ലേ. അവരിപ്പോ ഒരു ഡ്രൈവേഴ്സ് യൂണിയന് ഒരു കാശ് കൊടുത്തില്ലെങ്കിൽ സിനിമ അവിടെ നിൽക്കും, ആ നിമിഷം നിൽക്കും. ആക്ടേഴ്സിന് പൈസ കൊടുത്തില്ലെങ്കിൽ ഒരു ഒന്നും നടക്കൂല, ഒന്നും സംഭവിക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ AMMയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുകയില്ല. പക്ഷെ ഒരു ട്രേഡ് യൂണിയൻ എല്ലാവർക്കും സാധിക്കും. കൊടുക്കത്തുമില്ല. ഞാന് എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. പൗളി വത്സൻ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം പൗളി ചേച്ചിക്ക് ഒരു മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് ഞാൻ ഇടവേള ബാബുച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എൻകറേജ് ചെയ്യപ്പെട്ടില്ല. അത് നടക്കത്തില്ല പാർവതി എന്നാണ് എനിക്ക് കിട്ടിയത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതാണ് എനിക്ക് കിട്ടിയ ഉത്തരം. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അവിടെ അഡ്മിഷൻ ഇല്ല. 27 പേര് സമ്മതിക്കുന്നവർക്കാണ്. അതിന്റെ മാനദണ്ഡമൊന്നും നമ്മൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. അങ്ങനെ അധികം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കുടുംബ പരിപാടിയാണെന്നാണ് പറയുക. അതെ, അത് വേറെ അതിന് അങ്ങനെ ഒരു പറയലൊന്നും ഇല്ലെന്ന്, അങ്ങനെ പറിച്ചൊന്നും ഇല്ല. അതെങ്ങനെയാണ് അത് അവിടെ ഉള്ളവർക്ക് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. പിന്നെ ആക്ടേഴ്സിനെ ഇപ്പൊ ശ്രീനാഥ് ഭാസി പോലെ അല്ലെങ്കിൽ അങ്ങനെ മെമ്പർ അല്ലാത്തവർക്കും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അമ്മ സഹായിക്കാറുണ്ട്. അത് അവരുടെ ഒരു, പക്ഷെ ഈ സംഘടനയ്ക്ക് അകത്തുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യും, ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാല് പ്രായമായവര് വിളിച്ച് പറഞ്ഞെന്ന് അവര് ഹോസ്പിറ്റലില് വാതിൽ തുറന്ന് വീൽ ചെയറുമായിട്ട് വെയിറ്റ് ചെയ്ത് അവര് വീട്ടിൽ പോകുന്നവരെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സംഘടനയെ 100% ഒരിക്കലും ഞാൻ തള്ളി പറയത്തില്ല. കാരണം അതിനകത്തുള്ള പിന്നെ പാവം പിടിച്ച പഴയ ആൾക്കാർക്കൊക്കെ, പക്ഷെ അത് ഒരു ചെറിയ ഗ്രൂപ്പാണ്. ആക്ടേഴ്സ് വേറെ ഒരുപാട് പേര് ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയല്ലേ. അപ്പൊ അവർക്കൊക്കെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാവണമെങ്കിൽ അതൊരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് മാറുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതിന് അധികം സമയം എടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? വളരെ വേഗം തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ചെയ്യാവുന്ന, പിന്നെ ട്രേഡ് യൂണിയൻ തുടങ്ങാൻ എന്താ പ്രയാസമുള്ളത്? വളരെ പെട്ടെന്ന്. ആരാണ് അതിനൊരു നേതൃത്വം കൊടുക്കുക? മാലാ പാർവതി, കാരണം ധാരണയില്ല പലർക്കും എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ട്രേഡ് യൂണിയനായിട്ട് രജിസ്റ്റർ ചെയ്തില്ലേ? ട്രേഡ് യൂണിയനായിട്ട് രജിസ്റ്റർ ചെയ്യണം.
ട്രേഡ് യൂണിയന്റെ അത് 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 പറ്റും. അത് ആരാണത് ചെയ്യേണ്ടത്, അതിന്റെ ലീഡർഷിപ്പിലോട്ട് ആര് വരും എന്നൊക്കെ എനിക്കറിയില്ല. അത് നമുക്ക് പിന്നെ ആലോചിക്കാം.